അഡ്മിൻ ലോഗിൻ ആണ് ചെയ്യാൻ പോകുന്നത്. അഡ്മിൻ ലോഗിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അഡ്മിന് എംപ്ലോയി ഓൺബോർഡിങ് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽസ് എംപ്ലോയിയുടെ ഫോൺ നമ്പർ, അഡ്രസ്സ്, ഇമെയിൽ ഐ ഡി എല്ലാം കൊടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ എംപ്ലോയിക്ക് അവരുടെ യൂസർ നെയിം പാസ്വേഡ് മെയിൽ പോകുന്നതായിരിക്കും. അത് യൂസ് ചെയ്തിട്ട് അവർക്ക് സ്റ്റാഫ് ലോഗിൻ ചെയ്യാം. നെക്സ്റ്റ് ഇപ്പോൾ ഒരു പുതിയ പ്രൊജക്ട് വന്നു എന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിന് കസ്റ്റമർ നെയിം സെലക്ട് ചെയ്ത് പ്രൊജക്ട് വാല്യൂ എത്രയാണോ അത് ആഡ് ചെയ്ത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ അതും കൊടുത്തിട്ട് പ്രൊജക്റ്റ് ആഡ് ചെയ്യാം. പ്രൊജക്റ്റ് ആഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ പ്രൊജക്ട് കോഡ് ജനറേറ്റ് ആവുന്നതാണ് EPS008. നെക്സ്റ്റ് വൺ, പ്രൊജക്റ്റ് ഒരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രൊജക്ട് സ്റ്റാറ്റസ് എവിടെയാണുള്ളത്, ഇപ്പോൾ മെറ്റീരിയൽ ആണോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം ഈ പേജിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഫസ്റ്റ് ഒരു പ്രൊജക്റ്റ് വന്നെന്നുണ്ടെങ്കിൽ അത് അസൈൻ ചെയ്യണം. അതിനിവിടെ പോയിട്ട് അസൈൻ സ്റ്റാഫ് എന്ന് കൊടുത്തിട്ട് സ്റ്റാഫ് നെയിം അസൈൻ ചെയ്യുക. പെൻഡിങ് മാറ്റി അസൈൻഡ് ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് അസൈൻ ആയി പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ എങ്ങാനും അവർക്ക് ഏതൊക്കെ മെറ്റീരിയൽ ആണ് വേണ്ടതെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ മെറ്റീരിയലും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അഡ്മിന് തന്നെ. ഇനി ചെയ്യാൻ പോകുന്നത് സ്റ്റാഫ് ലോഗിൻ ആണ്. സ്റ്റാഫ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊജക്ട് ഏതൊക്കെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. പ്രൊജക്ട് വാല്യൂ ഒക്കെ സോ അവർക്ക് വ്യൂ ചെയ്യാം. വ്യൂ ചെയ്തതിന് ശേഷം ഇപ്പം നെക്സ്റ്റ് ഒരു സൈറ്റ് വിസിറ്റിലേക്ക് പോയി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ സൈറ്റ് വിസിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സൈറ്റ് സർവേ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എത്ര ഫോട്ടോസ് വേണേലും ഇവിടെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് നമുക്കിവിടെ 1 by 1 ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അത് ഏത് ദിവസമാണെന്നുള്ളതും ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം ഇപ്പോൾ സൈറ്റ് വിസിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് അവരിപ്പോൾ മെറ്റീരിയൽ റിക്വയർമെന്റ് ഫേസിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽ ആണ് വേണ്ടതെന്നുള്ളത് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപയാണെന്നുള്ളത് നമുക്കിവിടെ മെറ്റീരിയൽസിന്റെ കാണാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ ഡെലിവേർഡ് ആയി കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഡെലിവേർഡ് എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഇവിടെയും മെറ്റീരിയൽ ഡെലിവേർഡ് എന്ന പ്രൊജക്ട് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ ചേഞ്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ അഡ്മിന് ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് മാറുന്നതായിരിക്കും. മെറ്റീരിയൽ ഡെലിവേർഡിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് ആയെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാളേഷൻ കൊടുത്തിട്ട് പ്രൊജക്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പ്രൊജക്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്തെങ്കിലും റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാവും. കമ്മീഷൻ റിപ്പോർട്ട് ഇല്ലെങ്കിൽ വേറെ എന്തൊക്കെയൊക്കെ റിപ്പോർട്ട്സ് ആണോ ഉള്ളത് ആ റിപ്പോർട്ട്സ് എല്ലാം നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എത്ര റിപ്പോർട്ട്സ് വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം ആഡ് ചെയ്തിട്ട് അപ്ലോഡ് എന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട്സ് അപ്ലോഡ് ആവുന്നതായിരിക്കും. ആ അപ്ലോഡ് ആയ റിപ്പോർട്ട്സ് ചെക്ക് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്തിരിക്കുന്നത്, അതിന് പകരം ഡോക്യുമെന്റ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇപ്പം ഇൻസ്റ്റലേഷനും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എല്ലാം കംപ്ലീറ്റഡ് ആയെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് കൊടുക്കാം.
അപ്പോൾ ആ പ്രോജക്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവും. ആ പ്രോജക്റ്റിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണേലും ഇവിടെ പോയി ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഹിസ്റ്ററി ചെക്ക് ചെയ്തെങ്കിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ആ സ്റ്റാറ്റസ് ഓരോന്നും ചേഞ്ച് ചെയ്തിരിക്കുന്നതെന്നുള്ളത് സ്റ്റാഫിന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാഫ് അഡ്മിൻ ആണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സൈറ്റ് വിസിറ്റിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. റിപ്പോർട്ട്സ് ചെക്ക് ചെയ്യാം. ഇതെല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും, ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ പേയ്മെന്റ് ഓപ്ഷൻ ഇപ്പോൾ അഡ്മിനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ഇപ്പോൾ പേയ്മെന്റ് എപ്പോഴൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ പേയ്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് എപ്പോഴൊക്കെയാണെന്നുള്ളത് താഴെയായിട്ട് കാണാൻ പറ്റും. അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റും ചെയ്യാം. ഇത് അഡ്മിന് മാത്രം ഉള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ പേയ്മെന്റ് ചെയ്തെന്നുണ്ടെങ്കിൽ പ്രൊജക്ട് വാല്യൂ 2 lakh rupees ആണ്. അതിൽ ടോട്ടൽ പെയ്ഡ് വന്നിട്ട് 1,15,000, ബാലൻസ് ഉള്ളത് 15,000. ഈ രീതിയിൽ നമുക്ക് എത്രയൊക്കെയാണ് ബാലൻസ് ഉള്ളതെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. ഒപ്പം തന്നെ ഈ മന്ത്ലി എത്ര പ്രൊജക്ട് ഉണ്ടോ ആ പ്രൊജക്ടിന്റെ റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ റിപ്പോർട്ട് ഈ രീതിയിൽ കിട്ടുന്നതായിരിക്കും. എന്താണ് ക്ലൈന്റ് നെയിം, പ്രൊജക്ട് വാല്യൂ എത്രയാണ്, അതിൽ ആരാനെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത്, പ്രൊജക്ടിന്റെ സ്റ്റാറ്റസ് എത്രയാണ്, ടോട്ടൽ പെയ്ഡ് എത്രയാണ് ബാലൻസ് ഉള്ളത് എന്ന രീതിയിൽ ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും.